ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കൊളിഷൻ എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് കൊളിഷൻ ആണ് നെക്സ്റ്റ് നോക്കേണ്ട ചാപ്റ്റർ. ഓക്കെ, കൊളിഷൻ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അതുപോലെ തന്നെ ഫിഫ്ത്തും സിക്സ്തും ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത നാലാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്ന കൊളിഷൻസ്. അപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള കൊളിഷൻസ് കേട്ടുകൊണ്ടായിരിക്കും. ഓക്കെ, കൂട്ടിമുട്ടുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൊളൈഡ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് കൊളിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, പല രീതിയിൽ പല സമയത്ത്, ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ബോൾ വന്ന് ബാറ്റിൽ ഹിറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ കൊളിഷൻ വരുന്നുണ്ട്. അപ്പോൾ കൊളിഷൻ എന്നൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കൊളിഷനെ കുറിച്ചുള്ള പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊളിഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ കൊളിഷനുമായിട്ടുള്ള ഡെഫിനിഷൻസും ബാക്കിയൊക്കെ നോക്കുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് ആ ഒരു ഡെറിവേഷനും തിയറി അല്ലെങ്കിൽ ആ ഒരു ഡെറിവേഷൻ ടൈപ്പ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ വരുന്ന ക്ലാസ്സുകളിൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന എന്താണ് കൊളിഷൻ എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, കൊളിഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ വൈസ് നോക്കുമ്പോൾ എന്താണ് കൊളിഷൻ. അപ്പോൾ കൊളിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഈവന്റ്. ഓക്കെ, ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഈവന്റ് ആണ്. ഓക്കെ, എന്ന് പറയുന്നു രണ്ട് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, പരസ്പരം ഒന്നിച്ചൊന്ന് കൂട്ടിമുട്ടും. അപ്പോൾ എന്താണ്, രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവും, രണ്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ രണ്ട് കമ്പോണൻസ് അവിടെ ഉണ്ടാവണം. ഐറ്റംസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും രണ്ട് ഒബ്ജക്റ്റുകൾ അവിടെ ഉണ്ട്. കറക്റ്റ് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആണ് കേട്ടോ. പാർട്ടിക്കിൾസ് എന്നതിനെക്കാട്ടിയും കറക്റ്റ് വേർഡ് ഒബ്ജക്റ്റ് എന്നൊരു വാക്കാണ്. ഓക്കെ, രണ്ട് ഒബ്ജക്റ്റ് അവിടെ എന്ത് ചെയ്യണം, അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, പരസ്പരം വന്ന് കൂട്ടിമുട്ടുന്നു. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്തു, പരസ്പരം വന്ന് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനാണ് കൊളിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കൊളിഷൻ ഈസ് സെഡ് ടു ബി ടേക്ക് പ്ലേസ് വെൻ ദർ ഇസ് എ മ്യൂച്വൽ ഇന്ററാക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഫോർ എ ഷോർട്ട് ടൈം. അതായത് രണ്ട് പാർട്ടിക്കിൾസ്, അപ്പോൾ ഈ കൊളിഷനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് വെറുതെ വന്ന് അടുത്ത് വന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് വെഹിക്കിൾസ്. ഓക്കെ, രണ്ട് കാറ്, ഒരു കാറ് ഈ ഒരു സൈഡിൽ നിന്നും ഇപ്പോൾ ഒരു കാറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു കാർ പതുക്കെ വന്ന് എന്ത് ചെയ്യാണ്, ഇവിടെ വന്ന് ഇങ്ങനെ മീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു കാറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് മറ്റൊരു കാർ പാർക്ക് ചെയ്തു. നമുക്ക് ഒരിക്കലും കൊളിഷൻ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതെന്താണ്, നോർമൽ പ്രോസസ് ആണ്. എന്ത് ചെയ്തു, രണ്ടും പതിയെ പതിയെ വന്നാണ് എന്ത് ചെയ്ത് പരസ്പരം മീറ്റ് ചെയ്ത്, കണ്ടോ, ഇങ്ങനെ വന്ന് മീറ്റ് ചെയ്ത് നമുക്ക് കൊളിഷൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കൊളിഷൻ എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മ്യൂച്വൽ ഇന്ററാക്ഷനെ കൊളിഷൻ എന്നൊരു പ്രോസസ്സ് അല്ലെങ്കിൽ കൊളിഷൻ എന്ന് നമുക്ക് ആ ഒരു വേർഡിൽ പറയണമെങ്കിൽ അവിടെ എന്തായിരിക്കണം, അതൊരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലാണ് എന്ത് ചെയ്യേണ്ടത്, നടക്കേണ്ടത്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമ്മുടെ ആക്സിഡൻസ് നടക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഒരു കാർ സ്പീഡിൽ ഒന്ന് എന്ത് ചെയ്യുവാണ്, ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം, അത് കൊളിഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ കൂട്ടിമുട്ടി നമുക്ക് അതിനെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ collision is a process. It is said to be take place when two object or a system, okay, object, particles or a system, when there is a mutual interaction of the particles for a short time. Okay, short time എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. ഓക്കെ, വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട്, ഫിസിക്കൽ കോണ്ടാക്ട് വഴിയോ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ എന്ത് ചെയ്യാം, കൊളിഷൻസ് അവിടെ ഒക്കർ ചെയ്യാം. ഓക്കെ, അതെന്താണെന്ന് പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊളിഷൻസ് ഒക്കർ ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പൊ ഇതില് ഈ ഒരു കൊളിഷൻ ഒക്കർ ചെയ്യുന്ന സമയത്ത് അവിടെ റിലേറ്റീവ് മോഷൻസിൽ എന്ത് ചെയ്യാം, വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ സ്പീഡിൽ വരുന്ന ഒരു ഒബ്ജക്റ്റും സ്പീഡ് കുറഞ്ഞ ഒബ്ജക്റ്റും കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം, സ്പീഡിൽ വേരിയേഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ എനർജി എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കൊളിഷൻ എന്ന പ്രോസസ് നടക്കുന്ന സമയത്ത് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ ഡീറ്റെയിൽ ആയിട്ട് കൊളിഷൻ, അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊളിഷൻ, നമുക്ക് എങ്ങനെ കൊളിഷൻസിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു സെക്ഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കൊളിഷൻ എന്നതിന്റെ ആ ഒരു ഡെഫിനിഷൻ ആണ്. അപ്പോൾ കൊളിഷൻ ഇറ്റ് ഈസ് ആൻ ഈവന്റ് ഓഫ് ടു പാർട്ടിക്കിൾസ് കമ്മിങ് ടുഗദർ. ഓക്കെ, രണ്ട് പാർട്ടിക്കിൾസ് പരസ്പരം കൂട്ടിമുട്ടുന്ന ഒരു പ്രോസസ് കൊളിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊളിഷൻ ഹാപ്പൻ ചെയ്തു എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ടു പാർട്ടിക്കിൾസ് ദർ ഇസ് എ മ്യൂച്വൽ ഇന്ററാക്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഫോർ എ ഷോർട്ട് ടൈം. ഓക്കെ, ഷോർട്ട് ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഒക്കർ ചെയ്യണം. അപ്പോൾ ടൈമിനവിടെ ഡിപ്പെൻഡൻസി ഉണ്ട്, ടൈം കുറവായിരിക്കണം. ഓക്കെ, ഒരുപാട് സമയം എടുത്താണ് ഒരിക്കലും കൊളിഷൻ ഒക്കർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ടൈം എടുത്ത് കൊളിഷൻ ഒക്കർ ചെയ്യില്ല. കാരണം ഇതിപ്പോൾ നല്ല ഡിസ്റ്റൻസിൽ ഈ രണ്ട് ഒബ്ജക്റ്റ് നല്ലൊരു ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നതെങ്കിലും ഇവർ എന്ത് ചെയ്യണം, കൊളിഷൻ ഒക്കർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സ്പീഡിൽ വന്ന് ആ ഒരു മീറ്റ് ചെയ്യണം പരസ്പരം. ഓക്കെ, ആ ഒരു മീറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ആ കൊളൈഡ് ചെയ്യുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏറ്റവും ബെറ്റർ എക്സാമ്പിൾ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത്. ഓക്കെ, ആക്സിഡന്റ് എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്ന ആ ഒരു പ്രോസസ് ആണ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മുൻപേ ആ വെഹിക്കിളിന് എത്ര സ്പീഡ് ഉണ്ടായിരുന്നു, അതിന് ശേഷം എത്ര സ്പീഡ് ഉണ്ടോ നോക്കി നമുക്ക് കാര്യമില്ല. അപ്പോൾ ആ ഒരു മീറ്റ് ചെയ്യുന്ന പോയിന്റ് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു സമയം കൊളൈഡ് ചെയ്തു എന്ന് പറയുന്നത്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു എക്സാമ്പിൾ പറഞ്ഞത്. നമുക്ക് ഈ ഫിസിക്സിൽ ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് കൊളിഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, സ്കാറ്ററിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആറ്റത്തിന്റെ സ്കാറ്ററിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് പ്രോസസ്സ് വരുന്നുണ്ട്. റേഡിയോ ആക്ടിവിറ്റിയിൽ കൊളിഷൻസ് വരുന്നുണ്ട്. നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ റിയാക്ഷൻസിലൊക്കെ നമുക്ക് ഒരു കൊളിഷൻ ആവശ്യമാണ്. ഓക്കെ, നിങ്ങളത് ന്യൂക്ലിയർ ഫിസിക്സിൽ വീണ്ടും ഈ കൊളിഷൻ പഠിക്കും. അവിടെ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന്, ഇലാസ്റ്റിക് കൊളിഷൻ, ന്യൂക്ലിയർ കൊളിഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പഠിക്കും, ക്രോസ് സെക്ഷൻ. അപ്പോൾ അത് ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ കൊളിഷൻ. ഓക്കെ, ഫിസിക്സിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് ഈ കൊളിഷൻ എന്ന ഈ ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കൊളിഷന്റെ പ്രോപ്പർട്ടിയും ബാക്കി കാര്യങ്ങൾക്ക് നമുക്ക് ഇവിടെ നോക്കാം.
അപ്പോൾ കൊളിഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്തില്ല? എക്സ്റ്റേണൽ ഫോഴ്സിന് വേറെ ഇൻഫ്ലുവൻസ് ഇല്ല. അതായത് ഇപ്പോൾ 2 ഒബ്ജക്റ്റ് വന്ന് കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, 2 ഒബ്ജക്റ്റ്. ഇപ്പോൾ ഒബ്ജക്റ്റ് എയും ഇത് ഒബ്ജക്റ്റ് ബിയും. ഓക്കെ, ഇവർ പരസ്പരം എന്ത് ചെയ്യുന്നു? ഇവർ വന്ന് കൊളൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇതിന്റെ ഒരു ഫോഴ്സ് F1 ഫോഴ്സും ഇവിടെ ഇതിന്റെ ഫോഴ്സ് F2 ഫോഴ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നില്ല? ഈ കൊളിഷൻ പ്രോസസ്സിൽ അവിടെ നടക്കുന്നില്ല. ഓക്കെ, കൊളിഷനിൽ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമില്ല. ഏത് 2 പാർട്ടിക്കിൾസ് ആണ് കൊളൈഡ് ചെയ്യുന്നത് അവരുടെ കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ നോക്കിയാൽ മതി. ഇനി ഈ കൊളിഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രോസസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മളവിടെ നോക്കണം. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് പോയിന്റ് ആണ് there is a mutual interaction between particles. ഓക്കെ, അപ്പോൾ ഒരു കൊളിഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത് അവിടെ പാർട്ടിക്കിൾസ് തമ്മിൽ മ്യൂച്വൽ ഇന്ററാക്ഷൻ ഉണ്ടാകും. ഇന്ററാക്ഷൻ ഇല്ലാതെ എന്ത് ചെയ്യത്തില്ല? കൊളിഷൻ ഇല്ല. ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ കോൺടാക്ട് എന്ന് പറയുന്നത് രണ്ട് വാക്കാണ്. ഓക്കെ, ഇന്ററാക്ട് ചെയ്യുക, ഫിസിക്കൽ കോൺടാക്ട് എന്ന് പറയുന്നത് രണ്ട് വാക്കാണ്. ഓക്കെ, അപ്പോൾ പരസ്പരം ഒരു ബോഡി മറ്റൊരു ബോഡി ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിസിക്കൽ കോൺടാക്ട് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് F1 എന്ന് പറയുന്ന അല്ലെങ്കിൽ സോറി ഇതിപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് ഫിസിക്കൽ കോൺടാക്ട് കൺസെപ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, എ ആൻഡ് ഇവിടെ ഇരിക്കുന്നത് ബി ആണ്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് നേരെ വന്ന് ഇവിടെ തട്ടിയാൽ മാത്രമേ അവിടെ ഫിസിക്കൽ കോൺടാക്ട് ഉള്ളൂ. ഓക്കെ, ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഫിസിക്കൽ കോൺടാക്ട് ഉള്ളൂ. പക്ഷെ ഇല്ലാതെ എന്ത് ചെയ്യാം? ഇവിടെ ഇന്ററാക്ഷൻസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്ററാക്ഷൻ വേറെയാണ്, ഫിസിക്കൽ കോൺടാക്ട് വേറെയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ദർ ഇസ് എ മ്യൂച്വൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് തമ്മിൽ അവിടെ മ്യൂച്വൽ ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ററാക്ഷൻ ലാസ്റ്റ് ഫോർ എ ഫൈനൈറ്റ് ടൈം. ഓക്കെ, ഇൻഫൈനൈറ്റ് ടൈം വരെ എന്ത് ചെയ്യാൻ പാടില്ല? ഇന്ററാക്ഷൻ നടക്കാൻ പാടില്ല. ഓക്കെ, ഇന്ററാക്ഷൻ എന്ത് ചെയ്യണം? ഒരു ഫൈനൈറ്റ് ടൈം അല്ലെങ്കിൽ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ എന്ത് ചെയ്യണം? അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അത് കൊളിഷന്റെ ഒരു രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്. ദെൻ there is a change in the trajectory of the particles. അതായത് ഇപ്പോൾ ഒരു കൊളിഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ ട്രജക്ടറി ഈ ഒരു രീതിയിലാണെങ്കിൽ രണ്ടാമത്തെ പാർട്ടിക്കിൾ ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത് വീണ്ടും ഈ ട്രജക്ടറി തന്നെ പോകാനായിട്ട് പാടില്ല. ആ ട്രജക്ടറിയിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവാം. ഓക്കെ, ഇത് ചെയ്യണം എന്നല്ല, ഇതൊക്കെ എന്ത് ചെയ്യണം? അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് അടുത്ത പ്രോപ്പർട്ടി നാലാമത്തത് there is a change in energy and the momentum of the interacting particles. അപ്പോൾ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസിൽ എന്ത് ചെയ്യുന്നു? എനർജിയിലും മൊമെന്റത്തിലും അവിടെ എന്ത് ചെയ്യാണ്? ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, എനർജിയും ചേഞ്ച് ചെയ്യും, മൊമെന്റവും ചേഞ്ച് ചെയ്യും. കൈനറ്റിക് എനർജിയിലൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ചിങ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇത് ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നാലാമത്തെ പോയിന്റ് എന്തായിരുന്നു? നാലാമത്തെ പോയിന്റ് there is a change in energy and momentum of the interacting particles. അപ്പോൾ അവിടെ എന്താണ്? the particles may or may not have a physical contact. ഇന്ററാക്ഷൻ ഉണ്ടാവാം, പക്ഷെ ഫിസിക്കൽ കോൺടാക്ട് ഉള്ളതോ ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൊളിഷൻസ് ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ കോൺടാക്ട് ഇല്ലാത്ത രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിലാണെങ്കിൽ, ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിലാണ് വരുന്നതെങ്കിൽ അവിടെ കൊളിഷൻ ഒക്കർ ചെയ്യുന്നത് ഫിസിക്കൽ കോൺടാക്ട് ഇല്ലതാണ്. ഓക്കെ, അവിടെ ഒരു ഫീൽഡ് ഓഫ് ഇൻഫ്ലുവൻസ് ആണ് വരുന്നത്. ഓക്കെ, ഒരു ഫീൽഡിന്റെ കേസ് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ലൈറ്റ് പോൾസ് റിപ്പൽ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു റിപ്പൽഷൻ അവിടേക്ക് എന്താണ്? അവിടേക്ക് അതെന്ന് വെച്ചാൽ ഫീൽഡാണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിലാണ് റിപ്പൽഷൻ അവിടെ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ആറാമത്തെ പോയിന്റ് ഇറ്റ് മേ ഹാപ്പൻ ദാറ്റ് ദ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ കൊളിഷൻ ആർ ഡിഫറെന്റ് ഫ്രം ദ ഇനിഷ്യൽ പാർട്ടിക്കിൾസ്. അപ്പോൾ ചില കൊളിഷൻസിൽ അപ്പോൾ അങ്ങനെ വരുന്ന കൊളിഷൻസിനെ റിയാക്ഷൻസ് എന്ന് പറയും. അതായത് ഇവിടെ നമുക്കിപ്പോൾ എയും ബിയും എന്ന പാർട്ടിക്കിൾസ് കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ, എയും ബിയും രണ്ട് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഇത് എ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളും ഇവിടെ ബി എന്ന് പറയുന്ന പാർട്ടിക്കിളും പരസ്പരം എന്ത് ചെയ്യുന്നു? ഇവിടെ ഒന്ന് കൊളൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊളൈഡ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എ ബി എന്നൊരു പാർട്ടിക്കിൾ അല്ലാതെ ഒരു സി എന്ന പുതിയൊരു പാർട്ടിക്കിളാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കൊളിഷനിൽ ചില സമയത്ത് എന്ത് ചെയ്യാം? സംടൈംസ് ഇറ്റ് മേ ഹാപ്പൻ ദാറ്റ് ദ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ കൊളിഷൻ ആർ ഡിഫറെന്റ് ഫ്രം ദ ഇനിഷ്യൽ പാർട്ടിക്കിൾസ്. ഓക്കെ, ഇനിഷ്യൽ പാർട്ടിക്കിൾസിനെക്കാട്ടിലും എന്താണ്? ഡിഫറെന്റ് ഉള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും വാട്ട് ആർ കൊളിഷൻ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കൊളിഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് കൊളിഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം ഈ 6 പോയിന്റ്സോടെ എഴുതണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു നോട്ട് തന്നെ എടുത്ത് വെച്ചത്. ഓക്കെ, ടെക്സ്റ്റിൽ കിടക്കുന്ന ഈ പോയിന്റ്സ് ഏകദേശം നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഗൈഡ് കിടക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു പോയിന്റ്സ് തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്. അപ്പോൾ കൊളിഷൻ ചോദിക്കുന്ന സമയത്ത് കൊളിഷൻ ഇത്രയും മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. വാട്ട് ഈസ് കൊളിഷൻ എന്ന് ചോദിച്ചാലും ഈ ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതണം. ഓക്കെ, 1 മാർക്കിന് ഒറ്റ സെന്റൻസിൽ മാർക്ക് കിട്ടുന്നത് +2 വരെ ഉള്ളൂ. ഡിഗ്രി ലെവൽ വരുന്ന സമയത്ത് അങ്ങനെ ഒരിക്കലും കിട്ടില്ല. ഓക്കെ, അത് ഏകദേശം ഇത്രയും എഴുതിയാൽ ഒരു 3/4 മാർക്ക് അവർ ഇടുകയുള്ളൂ. ഓക്കെ, 1 മാർക്കും ഇടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? മാക്സിമം
എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്ന് വേണം ഒരുപാട് എഴുതി ടൈം വേസ്റ്റ് ആക്കല്ല, ഒരു രീതിയിൽ എന്ത് ചെയ്യുക, അത് എഴുതുക. അപ്പോൾ കൊളിഷൻ, വാട്ട് ഈസ് കൊളിഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഡെഫിനിഷൻ എഴുതി ബാക്കി ഈ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കൊളിഷൻ എന്ന ഒരു ടേമിൽ വരുന്ന, കൊളിഷൻ എന്ന ഒരു പ്രോപ്പർട്ടിയിൽ പ്രോസസ്സിൽ നമുക്ക് ഇത്രയാണ് എന്ത് അവിടെ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് കൊളിഷൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു കുറച്ച് എക്സാമ്പിൾസ്, കൊളിഷന് വേണ്ടിയിട്ട് വരുന്ന എക്സാമ്പിൾസ് നമ്മൾ എന്താണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ കൊളിഷൻ ഓഫ് ടു വെഹിക്കിൾസ് ഇൻ വിച്ച് ദർ ഇസ് എ ഫിസിക്കൽ കോൺടാക്ട്. ഓക്കെ, രണ്ട് വെഹിക്കിൾസ് തമ്മിൽ മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആക്സിഡന്റ് പോലത്തെ പ്രോസസ് നടക്കുന്ന സമയത്ത്, ഓക്കെ, ആക്സിഡന്റ് ആണ് മെയിൻലി, അല്ല രണ്ട് വെഹിക്കിൾസ് പരസ്പരം വന്ന് കൂട്ടിമുട്ടി ഒരിക്കലും എന്ത് ചെയ്യും, സ്ലോലി വന്ന് ടച്ച് ചെയ്ത് ഫ്രണ്ട് ബാക്ക് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, അതൊരിക്കലും കൊളിഷൻ എന്ന പ്രോസസ് ആവത്തില്ല. ഓക്കെ, കൊളിഷൻ ആണെങ്കിൽ ആക്സിഡന്റ് പോലത്തെ ആ ഒരു പ്രോസസ് ആണ് കൊളിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൊളിഷൻ ഓഫ് ടു വെഹിക്കിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാക്സിമം സ്പീഡിൽ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ എന്ത് ചെയ്യണം, വന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഫിസിക്കൽ കോൺടാക്ട് ഉണ്ട്. ഓക്കെ, രണ്ട് വെഹിക്കിൾസ് തമ്മിൽ ഒരു ഫിസിക്കൽ കോൺടാക്ട് അവിടെ വരുന്നുണ്ട്. സെക്കൻഡ് കേസിൽ ഡിഫ്ലക്ഷൻ ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾസ് വൈൽ പാസിംഗ് ത്രൂ എ ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. ഇൻ ദിസ് കേസ് ദർ ഇസ് നോ ഫിസിക്കൽ കോൺടാക്ട്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ എത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എത്തുന്ന സമയത്തോ അവിടെ എന്ത് ചെയ്യാം, അവിടെ ഈ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഡിഫ്ലക്ഷൻ കാണിക്കാറുണ്ട്. ഓക്കെ, ഡിഫ്ലക്ഷൻ മീൻസ് അവിടെ എന്ത് ചെയ്യും, അതിന്റെ പാത്ത് ചേഞ്ച് ചെയ്യില്ല, ട്രജക്ടറി ചേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോപ്പർ വയറിൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡിഫ്ലക്ഷൻ കാണിക്കും. ഓക്കെ, അത് ഏകദേശത്തിലൊരു കൊളിഷൻ എന്നൊരു പ്രോസസ് ആണ്. പക്ഷെ അവിടെ ഫിസിക്കൽ കോൺടാക്ട് ഇല്ല, അവിടെ ഫീൽഡ് ഓഫ് ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഫീൽഡാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ അവിടെ ഫിസിക്കൽ കോൺടാക്ട് ഇല്ല, അപ്പോൾ അതും എന്താണ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ കൊളിഷൻ പ്രോസസ്. ഓക്കെ, then the deflection of the path of a comet passing near a solar system, the force of interaction during collision are different in different cases. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സോളാർ സിസ്റ്റത്തിൽ കോമറ്റ്സ് ഉണ്ട്. ഓക്കെ, വാൽനക്ഷത്രങ്ങൾ, കോമറ്റ്സ്. അപ്പോൾ കോമറ്റ്സിന്റെ ട്രജക്ടറി എപ്പോഴും ഹൈപ്പർബോളിക് പാത്താണ് എന്ത് ചെയ്യുന്നത്, ഈ കോമറ്റ്സ് ഫോളോ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സൺ ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോമറ്റ് ഇങ്ങനെ വരുവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ സണ്ണിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ട്. ശരിക്കും ഈ നോർമലി ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്തിൽ പോവേണ്ടിയിരുന്ന ഈ കോമറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സണ്ണിന്റെ ഈ ഗ്രാവിറ്റേഷൻ ഫീൽഡ് കാരണം നേരെ ഇതിന്റെ പാത്ത് ഇങ്ങനെ കർവ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അവിടെ കൊളിഷൻ പ്രോസസ് ആണ്. ഓക്കെ, ഇത് മാത്രമല്ല യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഔട്ടർ സ്പേസിൽ പല രീതിയിലുള്ള കൊളിഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഒക്കർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പല രീതിയിലുള്ള കൊളിഷൻസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത് when two billboards collide, the force of interaction arises from the elasticity of the material. Okay, billboards collide, balls collide ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഏത് ബോൾ ആയാലും അത് കറക്റ്റ് ആണ്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ബിൽബാർഡ് ഗെയിം അറിയാലോ, ഒരു ബോർഡൊക്കെ വെച്ച് നമ്മളൊരു ടേബിളൊക്കെ വെച്ചിട്ട് കുറേ ബോൾസ് ഒക്കെ വെച്ചിട്ട് സ്റ്റിക്ക് വെച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബിൽബോർഡ്. അപ്പോൾ രണ്ട് ബോൾസ് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ശരിക്കും എന്താണ്, ഇലാസ്റ്റിസിറ്റി, ആ മെറ്റീരിയലിന്റെ എലാസ്റ്റിസിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഈ ഒരു ഇന്ററാക്ഷൻ ഫോഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ആ ഒരു ബോഡിയുടെ പ്രോപ്പർട്ടിയാണ്, എക്സ്റ്റേണലിയുള്ള ഫോഴ്സ് അല്ല. ഓക്കെ, ദെൻ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിഫ്ലക്ഷൻ പാത്ത് ഓഫ് ദ കൊമറ്റ് നിയർ എ സോളാർ സിസ്റ്റം. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ കേസ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ എന്ത് ചെയ്യാം, അത് ആ ഒരു കൊളിഷൻ എന്ത് ചെയ്യുന്ന, സോറി, ആ പാത്ത് ഡീവിയേറ്റ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഒരു റീസൺ ആണ് അതിന്റെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൊളിഷന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, സോറി, പ്രോപ്പർട്ടീസ് മീൻസ് എക്സാമ്പിൾസ്, അല്ലെങ്കിൽ എന്താ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് അതിനകത്ത് തന്നെ ഉണ്ട്. പാത്ത് ഡീവിയേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു അടുത്തുണ്ട് പ്രോഡക്റ്റ്, വേറെ പ്രോഡക്റ്റ് ആവാം. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ ശരിക്കും ആ ഒരു റിയാക്ഷൻ പ്രോസസ്സ് നടക്കുന്ന ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ റിയാക്ഷനുകളിലാണ് കേട്ടോ. അത് നമുക്ക് ആ ഒരു പ്രോസസ്സിലാണ് നമ്മുടെ ഒരു ആറ്റം മറ്റൊരു ആറ്റം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതും, അതുപോലെ തന്നെ പ്രോട്ടോൺസിനെ ന്യൂട്രോൺസിന്റെ ഒക്കെ എണ്ണം നമുക്ക് റിമൂവ് ചെയ്യാനും ആഡ് ചെയ്യാനൊക്കെ പറ്റുന്നതൊക്കെ എന്താണ്, അതൊക്കെ ശരിക്കും റിയാക്ഷൻ നടക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ് ഇവിടെ മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊക്കെ ആ ഒരു എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു കൊളിഷന്റെ കേസിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, കൊളിഷന്റെ കേസിൽ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കൊളിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അത് രണ്ട് പാർട്ടിക്കിൾസിന്റെ കൊളിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. ഓക്കെ, കൊളിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് കോർഡിനേറ്റ് ആണ്. ഒന്ന് ലബോറട്ടറി കോർഡിനേറ്റ്, ലബോറട്ടറി കോർഡിനേറ്റ് ഉണ്ട്. ഓക്കെ, ലബോറട്ടറി കോർഡിനേറ്റും സെക്കൻഡ് കേസിൽ വരുന്നത് ദാറ്റ് ഈസ് ദ സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ്, center of mass. Okay, first case laboratory coordinate, second one that is the
സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ലബോറട്ടറി സിസ്റ്റം എന്ന് സെന്റർ ഓഫ് മാസ് സിസ്റ്റം CM സിസ്റ്റം നമുക്ക് വിളിക്കാം. ഓക്കെ. അപ്പോൾ ഈ ലാബ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു റെഫറൻസ് പോയിന്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഫിക്സഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ 2 കൊളിഷൻ ഇവിടെ ഒക്കർ ചെയ്യുന്നു. ഈ 2 പാർട്ടിക്കിൾസ് തമ്മിൽ ഇവിടെ കൊളിഷൻ ഒക്കർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ദേ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ. ഒരു കോർഡിനേറ്റ് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കൊളിഷൻ ഇവിടെ ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊളിഷൻ ഇവിടെ പരസ്പരം ഒക്കർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം വെച്ചുകൊണ്ട് എനിക്ക് ഇതിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഈ ഒരു കോർഡിനേറ്റ് ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഫിക്സഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്, ഫിക്സഡ് ആയിട്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ കൊളിഷന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കൊളിഷൻ എങ്ങനെ നടക്കുന്നത്, ഇത് കൊളിഷൻ നടക്കുന്ന സമയത്ത് അവിടെ റിയാക്ടന്റ് പ്രോഡക്ട്സ് ഒക്കെ വരും. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്കാറ്റർ ചെയ്ത് പോകും, സ്കാറ്ററിങ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റണം, സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒരു ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം, ഒരു ലബോറട്ടറി കോർഡിനേറ്റ് മീൻസ് മെയിൻലി പറയുമ്പോൾ നമ്മളിപ്പോൾ ലാബിൽ ഫിക്സ് ചെയ്ത് വെച്ചെന്ന് വെച്ചോളൂ. ഓക്കെ. ലാബിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് ഈ കൊളിഷൻ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം, അതിനെ ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം എന്ന് നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റമാണ് ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് അവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. അത് നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സുകളിൽ നോക്കാം. കാരണം ഇപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് ആ ഒരു ലബോറട്ടറി കോർഡിനേറ്റ്, എന്താണ് സെന്റർ ഓഫ് മാസ്, അത് മാത്രം ഈ ഒരു ഇൻട്രൊഡക്ടറി ഐഡിയയിൽ മതി. ഇത് നമുക്ക് വേണം, ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമുക്ക് വേണം. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ. എന്താണ് ലബോറട്ടറി സിസ്റ്റം, എന്താണ് സെന്റർ ഓഫ് മാസ് സിസ്റ്റം, അതായത് ഓരോന്നിലും പല രീതിയിലാണ് നമ്മൾ വാല്യൂസ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ അതിന് എന്ത് പറയും, ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. ഇനി സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ. 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ 2 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ കൊളിഷൻസ് ഒക്കർ ചെയ്യത്തുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ സെന്റർ ഓഫ് മാസ് അല്ലെങ്കിൽ ഇവരുടെ സെന്റർ ഓഫ് മാസിലാണ് നമ്മളിവിടെ ഒരു ഫ്രെയിം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് ഈ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോർഡിനേറ്റ് സിസ്റ്റം അവിടെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വേരി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് എന്ത് പറയാം, ഇതിന് നമുക്ക് അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 2 പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിന് നമുക്ക് സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് എന്ന് അവിടെ പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിനെ സെന്റർ ഓഫ് മൊമെന്റം ഫ്രെയിം എന്നും പറയും. ഓക്കെ. സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് CM ഫ്രെയിം എന്ന് അല്ലെങ്കിൽ സെന്റർ ഓഫ് മൊമെന്റം ഫ്രെയിം എന്ന് എന്ത് ചെയ്യും, ഇതിനെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഈ സെന്റർ ഓഫ് മാസ് സിസ്റ്റം അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ലബോറട്ടറി കോർഡിനേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ. ജസ്റ്റ് ഇപ്പോൾ കൺസിഡർ ചെയ്യുക, ലാബിനകത്ത് ഒരു കോർഡിനേറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ. നിങ്ങളുടെ ലാബിന്റെ ഒരു സൈഡിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ കോർഡിനേറ്റ് വെച്ചിട്ടുണ്ട്. അത് അവിടെ ഫിക്സഡ് ആണ്, നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. പക്ഷെ നമ്മളിപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിൽ നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ഇവിടെ മൂവ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. നമ്മൾ ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി നമുക്ക് എന്ത് ഇതിനെ കൂടി ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതാണ് സെന്റർ ഓഫ് മാസ് സിസ്റ്റം അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സിസ്റ്റം കോർഡിനേറ്റ്സ് അല്ല, സിസ്റ്റം. ഓക്കെ. ലബോറട്ടറി സിസ്റ്റവും അതുപോലെ തന്നെ സെന്റർ ഓഫ് മാസ് സിസ്റ്റവും. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ 2 സിസ്റ്റത്തെയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് യൂസ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അവിടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഇത്രയും നോക്കി വെച്ചിരിക്കുക. നമുക്ക് ലബോറട്ടറി സിസ്റ്റവും സെന്റർ ഓഫ് മാസ് സിസ്റ്റവും ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ സെന്റർ ഓഫ് മാസ് സിസ്റ്റവും ലബോറട്ടറി സിസ്റ്റവും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ കൊളിഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഓക്കെ. ജസ്റ്റ് മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്തോളൂ. ഹലോ, ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ ഇപ്പോൾ? ഓ സാർ, ക്ലിയർ ആണ്. ഓക്കെ. ശരി. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു കൊളിഷൻ എന്ന പ്രോസസ്സ്, ഓക്കെ, കൊളിഷൻ എന്ന പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ. കൊളിഷൻ എന്ന പ്രോസസ്സ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇലാസ്റ്റിക് കൊളിഷൻ. ഓക്കെ. ഇലാസ്റ്റിക് കൊളിഷൻ. രണ്ടാമത്തത് ദാറ്റ് ഈസ് ദ ഇനിലാസ്റ്റിക് കൊളിഷൻ. INELASTIC ആണ് ഇലാസ്റ്റിക് കൊളിഷൻ. ഓക്കെ. അപ്പോൾ 2 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കൊളിഷൻസ് വരുന്നത്. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷനും രണ്ടാമത്തത് ഇനലാസ്റ്റിക് കൊളിഷൻ. ഡിഫറെന്റ് 2 ടൈപ്സ് ഓഫ് കൊളിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും എഴുതണം.
ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ കൊളിഷനിൽ നിന്നും അല്പം ഒന്ന് വേറിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ. അതില് ഈ കൊളിഷനില് പ്രൊഡക്റ്റ് മാറിപ്പോവുകയാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ എയും ബിയും എന്ന് പറയുന്ന ഒരു 2 ഒബ്ജക്റ്റ് പരസ്പരം കൊളൈഡ് ചെയ്തിട്ട് ഓക്കെ. മൂന്നാമത് സി എന്നൊരു ഒബ്ജക്റ്റ് ആണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ ഓക്കെ. എ, ബി എന്ന് പറയുന്ന റിസൾട്ടിന് പകരം സി എന്നൊരു റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ. അപ്പൊ അത് ശരിക്കും കൊളിഷന്റെ 2 ടൈപ്സിൽ വരുന്നതല്ല. അതൊരു കണ്ടീഷനായിട്ട് വരുന്നതാണ്. ഓക്കെ. അത് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. അതുകൂടി ഇൻക്ലൂഡ് ചെയ്യണം. കൊളിഷന്റെ ടൈപ്സ് ചോദിക്കുമ്പോൾ താഴെ റിയാക്ഷൻ എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അതുകൂടി അവിടെ എഴുതുക. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇലാസ്റ്റിക് കൊളിഷൻ. ഓക്കെ. അപ്പൊ എല്ലാ കൊളിഷൻസിലും എന്ത് ചെയ്യുന്നുണ്ട്? മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ. ഈ കൊളിഷനുകളില് മൊമെന്റം എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അത് ഇലാസ്റ്റിക് കൊളിഷൻ ആയാലും ഇലാസ്റ്റിക് കൊളിഷൻ ആയാലും മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമുക്ക് ഒരിക്കലും വയലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, മൊമെന്റം ഇതൊക്കെ എന്തായിരിക്കും? ഈ ഒരു ആഹ് സ്കാറ്ററിംഗ് അല്ലെങ്കിൽ കൊളിഷൻസിൽ എന്തായിരിക്കും? ഇതവിടെ നമുക്ക് കണ്ടീഷൻസ് എന്തായി ഹോൾഡ് ഗുഡ് ആയിരിക്കും. ഓക്കെ. കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇലാസ്റ്റിക് കൊളിഷൻ അല്ലെങ്കിൽ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് അല്ലെങ്കിൽ എന്താണ് ഇനലാസ്റ്റിക് കൊളിഷൻ അല്ലെങ്കിൽ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് M2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഓക്കെ. M2 എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. M2. അപ്പോൾ ഇതിന് ഞാൻ M1 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ഓക്കെ സോറി ടാർഗറ്റ് എന്ന് പറയുന്നത് M2 ആണ്. ഓക്കെ. M2 ആണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. M1 പാർട്ടിക്കിളിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുവാണ്? ഇവിടെ ഹിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ. ഇവിടെ കൊണ്ടുവന്ന് ഹിറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? M3 എന്ന് പറയുന്ന ഒരു മാസും അതുപോലെ തന്നെ M4 എന്ന് പറയുന്ന ഒരു മാസും എന്ത് ചെയ്യും? അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. അപ്പോൾ M1 മാസുള്ള ഒബ്ജക്റ്റിനെ ഞാൻ M2 ടാർഗറ്റ് കൊണ്ട് ഹിറ്റ് ചെയ്യിപ്പിക്കുന്നു. ആ ഒരു സമയത്ത് അവിടെ M3 മാസും M4 മാസും എന്ത് ചെയ്യും? അവിടെ ജനറേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇത് എന്ത് നടക്കുന്നതാണ്? ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത് നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് കൊളിഷൻ നടക്കുന്ന ഈ ഒരു പ്രോസസ്സ് ആണ്. അപ്പൊ ഇതില് സ്കാറ്ററിംഗ് ആംഗിളും ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്കാറ്ററിംഗ് ആംഗിൾ ആണ് നമുക്ക് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഒരു പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്ത് പോകുന്നത്. ഓക്കെ. ഫൈ എന്ന് പറയാം. സ്കാറ്ററിംഗ് ആംഗിൾ. ആൻഡ് അതുപോലെ തന്നെ ഇതിൽ എന്ത് ചെയ്യാം? നമുക്കിവിടെ ഒരു റീകോയിലിംഗ് ആംഗിൾ വരും. ഓക്കെ. റീകോയിലിംഗ് ആംഗിൾ വരും. അപ്പോൾ റീകോയിലിംഗ് ആംഗിൾ നമുക്ക് അവിടെ ആൽഫ എന്ന് കിട്ടുന്നത്. ഓക്കെ. റീകോയിലിംഗ് ആംഗിളും വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കാറ്ററിംഗ് ആംഗിൾ. അപ്പോൾ ഈ ഫൈ എന്ന് പറയുന്ന സ്കാറ്ററിംഗ് ആംഗിളിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളത് നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് അവിടെ സ്കാറ്ററിംഗ് ആംഗിൾ യൂസ് ചെയ്യും. ഓക്കെ. സ്കാറ്ററിംഗ് ആണ്. അതുപോലെ ന്യൂക്ലിയർ ഫിസിക്സിനകത്തും സ്കാറ്ററിംഗ് ആംഗിളിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ. നമ്മുടെ ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനായിട്ട് അവിടെ വരും. ഓക്കെ. സ്കാറ്ററിംഗ് ആംഗിൾ ഫൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കൊളിഷൻ ഇപ്പോൾ മാത്രമല്ല ഇനി അടുത്ത ക്വാണ്ടം മെക്കാനിക്സ് ഇപ്പോൾ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലാണ്. ഇനി അടുത്ത ക്വാണ്ടം മെക്കാനിക്സിൽ ഈ കൊളിഷൻസ് എന്ത് ചെയ്യും? അവിടെ നമ്മൾ പഠിക്കും വീണ്ടും. ഓക്കെ. നോക്കാം. അപ്പോൾ നമുക്കിനി അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഓക്കെ. ഇതിൽ പ്രോപ്പർട്ടീസ് അല്ലേ ഉള്ളൂ. ഡെഫിനിഷൻ പറയാം. അപ്പോൾ ഇലാസ്റ്റിക് കൊളിഷൻ ആവുന്ന സമയത്ത് അവിടെ എന്താണ്? മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ. മൊമെന്റം ഷുഡ് ബി കൺസേർവ്ഡ്. മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കണം. മൊമെന്റം ഷുഡ് ബി കൺസേർവ്ഡ് ആയിരിക്കണം. നെക്സ്റ്റ് എന്തായിരിക്കണം? അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. ഇത് മൊമെന്റം എല്ലാ പ്രോസസ്സിലും കൺസേർവ്ഡ് ആയിരിക്കും. ഇലാസ്റ്റിക് കൊളിഷന്റെ പ്രത്യേക പ്രോപ്പർട്ടിയാണ് അവിടെ എന്താണ്? കൈനറ്റിക് എനർജി ഷുഡ് ബി കൺസേർവ്ഡ്. ഓക്കെ. കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കണം. എന്താണ്? കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കണം. മൊമെന്റും അവിടെ കൺസേർവ്ഡ് ആണ്. അതുപോലെ തന്നെ ഫൈനൽ പാർട്ടിക്കിൾ should be same as the initial particle. Okay. Initial particle. ഫൈനൽ പാർട്ടിക്കിളും ഇനിഷ്യൽ പാർട്ടിക്കിളും എന്ത് ചെയ്യണം? സെയിം ആയിരിക്കണം. അതായത് ഇവിടുത്തെ ഈ M1 നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ M1 വന്ന് ഹിറ്റ് ചെയ്ത് M2 ആയിട്ടുണ്ട്. വീണ്ടും M1 M2 ആയിട്ടല്ലേ പോവേണ്ടെന്ന് തോന്നാം. പക്ഷെ എന്താണ്? ഇവിടെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? ചിലപ്പോൾ M1 മാസ് M2 ഷെയർ ചെയ്യാം. M2 മാസ് M1 ഷെയർ ചെയ്യാം. ഓക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ഷെയറിംഗ് നടക്കാം. എന്നിരുന്നാലും ഇവിടുത്തെ ഈ ഒരു കേസിൽ ഇൻസ്റ്റന്റ് പാർട്ടിക്കിൾ M1 is equal to M3 ആയിരിക്കും. ഓക്കെ. M1 is equal to M3 ആയിരിക്കും. ആൻഡ് എന്തായിരിക്കും? ഇത് ഇൻസ്റ്റന്റ് പാർട്ടിക്കിൾ ആൻഡ് സ്കാറ്റർ ചെയ്ത പാർട്ടിക്കിൾ ദാറ്റ് ഈസ് M2 is equal to M4 ആയിരിക്കും. ഓക്കെ. മാസ് എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ. മാസിനോട് ചേഞ്ച് വരില്ല. ഇനിഷ്യൽ പാർട്ടിക്കിളും ഫൈനൽ പാർട്ടിക്കിളും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ. അപ്പോൾ അത് റീകോയിലിംഗ് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് കഴിഞ്ഞ ശേഷം ഉള്ളതാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ M3 എന്ന് M4 എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇത് മനസ്സിലാവുന്നു. കാരണം സ്കാറ്ററിംഗ് ആംഗിളും റീകോയിലിംഗ് ആംഗിളും വരാൻ കാരണം ഇപ്പോൾ നമ്മൾ കൊളിഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും?
സ്കാറ്റർ ചെയ്ത് കുറച്ച് ദൂരോട്ട് പോകും. ഓക്കെ. വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും 2 പാർട്ടിക്കിൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലത് എന്ത് ചെയ്യാം? തട്ടി തെറിച്ച് പോവാം. ഓക്കെ. ബാക്കി കുറച്ച് എന്ത് ചെയ്യും? റീകോയിൽ ചെയ്യും. അതായത് അതിന് വേറെ മാറ്റമൊന്നും വരത്തില്ല. പക്ഷെ അവിടെ തട്ടി അതിന്റെ ഒരു ഫ്രാക്ഷൻ എന്ത് ചെയ്യും? ബാക്ക്വേർഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ. അതാണ് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ കുറച്ച് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കൊളിഷൻ നടക്കുന്ന സമയത്ത് കുറച്ച് പാർട്ടിക്കിൾസ് ഫ്രണ്ടിലോട്ടും കുറച്ച് പാർട്ടിക്കിൾസ് ബാക്കിലോട്ടായിട്ട് വരും. ഓക്കെ. അപ്പോൾ അതിന്റെ റീസൺ ആണ് ഈ ഒരു റീസൺ. അതാണ് അവിടെ റീകോയിലിംഗ് ആംഗിളും സ്കാറ്ററിംഗ് ആംഗിളും വന്നിട്ടുള്ളത്. ഓക്കെ. അങ്ങനെയാണ് 2 ആംഗിൾസ് അല്ല രണ്ടും ഈക്വൽ ആവണമെന്നില്ല. ഫൈ ഈസ് ഈക്വൽ ടു ആൽഫ എന്നൊരു കണ്ടീഷൻ വരുന്നില്ല. ഒന്ന് സ്കാറ്ററിംഗ് ആംഗിൾ മറ്റൊന്ന് എന്താണ്? അവിടുത്തെ റീകോയിലിംഗ് ആംഗിൾ ആണ്. ഓക്കെ. അങ്ങനെയാണ് 2 ആംഗിൾസ് നമുക്കവിടെ കിട്ടുന്നത്. ഇനി ഇതില് എക്സാമ്പിൾസ് നമുക്ക് നോക്കണം. ഈ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ അറ്റോമിക് പാർട്ടിക്കിൾസിന്റെയും സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെയും കൊളിഷൻസ് എന്താണ്? ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ്. ഓക്കെ. എന്നാലേ നമുക്ക് ആറ്റത്തിന് സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അറ്റോമിക്കിന്റെയും സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെയും കൊളിഷൻസ് എന്തായിരിക്കും? ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ്. അതുപോലെ തന്നെ ബിൽബോർഡ് ബോൾസിന്റെ കൊളിഷൻസ്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിൽബോർഡ് ബോൾ ഗെയിംസിൽ അവിടുത്തെ കൊളിഷൻ ഇപ്പോൾ 2 ബോൾസ് തമ്മിൽ കൂട്ടിമുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ബോൾ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ ബോൾ മാറിപ്പോവുകയും ചെയ്യുന്നില്ല. ഓക്കെ. എത്രയാണോ ആ ഫോഴ്സിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യും? അത് സ്കാറ്റർ ചെയ്ത് പോകും. ഓക്കെ. അപ്പോൾ അവിടെ അതെന്താണ്? ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ്. അതുപോലെ തന്നെ ഒരു കണ്ടെയ്നറിൽ എയർ മോളിക്യൂൾസിന്റെ കൊളിഷൻ. ഓക്കെ. ഒരു കണ്ടെയ്നറിൽ എയർ മോളിക്യൂൾസിന്റെ അതിന്റെ വാൾസിലുള്ള എയർ മോളിക്യൂൾസിന്റെ കൊളിഷൻ. ഓക്കെ. ഒരു കണ്ടെയ്നർ നമ്മളിപ്പോൾ എന്തെങ്കിലും ഗ്യാസോ അല്ലെങ്കിൽ എയർ മോളിക്യൂൾസോ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൊളിഷൻസ് എന്തായിരിക്കും? അതവിടെ എലാസ്റ്റിക് കൊളിഷൻ ആയിരിക്കും. ഓക്കെ. ഇനലാസ്റ്റിക് കൊളിഷൻസ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ഒരു ഇൻസ്റ്റെബിലിറ്റി അവിടെ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ. ഇൻസ്റ്റെബിലിറ്റി അവിടെ ഫോം ചെയ്യും. അപ്പോൾ അത് ഫോം ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്ത് എയർ കുറച്ച് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല? ഒന്നും ചെയ്യുന്നില്ല. പരസ്പരം വാൾ പോയി ഹിറ്റ് ചെയ്ത് എന്ത് ചെയ്യും? അത് റെസ്റ്റിംഗ് പൊസിഷനിൽ തന്നെ അവിടെ നിൽക്കും. ഓക്കെ. പരസ്പരം തട്ടി തട്ടി വെറുതെ നിൽക്കും. ഓക്കെ. അപ്പോൾ അതാണ് എലാസ്റ്റിക് കൊളിഷനിൽ വരുന്നത്. അപ്പോൾ ഈ 3 എക്സാമ്പിൾസ് നോക്കി വെച്ചിരിക്കുക. ഇനി എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ. ഞാനത് കിട്ടുവാണെങ്കിൽ അത് അയച്ചേക്കാം. ഓക്കെ. അപ്പോൾ എക്സാമ്പിൾസ് ഒന്ന് ബിൽബോർഡ് ബോൾസിന്റെ കൊളിഷൻ. സെക്കൻഡ് വൺ കൊളിഷൻ ബിറ്റ്വീൻ അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ആൻഡ് തേർഡ് വൺ കൊളിഷൻ ഓഫ് ദ എയർ മോളിക്യൂൾസ് വിത്ത് വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലാസ്റ്റിക് കൊളിഷൻ അല്ലെങ്കിൽ ഇലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ കേസിൽ കിട്ടുന്ന റിസൾട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. എക്സാമ്പിൾസ് അതുപോലെ തന്നെ എന്തൊക്കെ നടക്കുന്നതിനെ കുറിച്ചിട്ട്. ഇനി ഒരു ഇലാസ്റ്റിക് കൊളിഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഓക്കെ. എന്തൊക്കെ ക്വാണ്ടിറ്റീസ് അവിടെ കൺസേർവ്ഡ് ആയിരിക്കും. അവിടെ എങ്ങനെയാണ് ഫോഴ്സ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് എന്തായിരിക്കും? അവിടെ കറക്റ്റ് ആയിട്ട് നടക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഒബേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ. ലീനിയർ മൊമെന്റം ഉണ്ട്. അതുപോലെ തന്നെ ആംഗുലാർ മൊമെന്റം. ഓക്കെ. റൊട്ടേഷൻ കാരണം കിട്ടുന്ന മൊമെന്റം ആംഗുലാർ മൊമെന്റം. നോർമൽ മോഷൻ കാരണം കിട്ടുന്നത് എന്താണ്? നോർമൽ മോഷൻ കാരണം കിട്ടുന്നത് ലീനിയർ മൊമെന്റം ആയിരിക്കും. രണ്ടും കൺസർവേഷൻ അല്ലെങ്കിൽ രണ്ടും കൺസേർവ്ഡ് ആണ്. തേർഡ് വൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി ഹോൾഡ്സ് ഗുഡ്. ഓക്കെ. അപ്പോൾ മെക്കാനിക്കൽ എനർജിയും അതുപോലെ തന്നെ ടോട്ടൽ എനർജി. മെക്കാനിക്കൽ എനർജി മീൻസ് കൈനറ്റിക് എനർജി. ഓക്കെ. ഹാഫ് എം വി സ്ക്വയർ അത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൺസേർവ്ഡ് ആണ്. അതുപോലെ തന്നെ ടോട്ടൽ എനർജി എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ. ഇതില് the mechanical energy is not converted into any other form like energy, heat, sound, light, etc. ഓക്കെ. അപ്പോൾ ഇതില് എന്ത് ചെയ്യുന്നില്ല? മെക്കാനിക്കൽ എനർജി അത് ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗിലാണെങ്കിൽ ഈ മെക്കാനിക്കൽ ഇപ്പോൾ 2 പാർട്ടിക്കിൾസ് തമ്മിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാം? 2 പാർട്ടിക്കിൾസ് തമ്മിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എനർജി കൺവേർഷൻ നടക്കാം. ഓക്കെ. ഇപ്പോൾ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ലൈറ്റോ സൗണ്ടോ വൈബ്രേഷൻസോ ഹീറ്റോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. അപ്പോൾ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന പ്രോസസ്സിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല? മെക്കാനിക്കൽ എനർജി ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. അല്ലെങ്കിൽ കൺവേർഷൻ ചെയ്ത് വേറൊരു ഫോമിലോട്ട് മാറുന്നില്ല. ഓക്കെ. അപ്പോൾ അതൊരു മെയിൻ പോയിന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിനകത്ത് കുറച്ച് എയർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ച് കഴിഞ്ഞാലും അതിനകത്ത് നമുക്ക് ഒരു സൗണ്ടോ ലൈറ്റോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. റീസൺ എന്താണ്? അവിടെ മെക്കാനിക്കൽ എനർജിയിൽ കൺവേർഷൻ ഒന്നുമില്ല. അവർ പരസ്പരം വാൾസിൽ ഹിറ്റ് ചെയ്യുന്നു. അവർ പരസ്പരം മാറിപ്പോകുന്നു. ഓക്കെ. അത്ര മാത്രമേ അവിടെ വരുന്നുള്ളൂ. വേറെ ഇന്ററാക്ഷൻസ് ഒന്നും അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ബിൽബോർഡ് ബോൾസിന്റെ കൊളിഷൻസ് ആയാലും അവിടെ എന്ത് ചെയ്യുന്നില്ല? അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു വേരിയേഷൻ ഒന്നും വരുന്നില്ല. സൗണ്ടും വരുന്നില്ല. കാരണം എലാസ്റ്റിസിറ്റി കാരണം അവരെന്ത് ചെയ്യും? ഒരു ഇതിനെ അബ്സോർബ് ചെയ്ത് മെക്കാനിക്കൽ എനർജിയിൽ കൺവേർട്ട് ചെയ്യാതെ പുതിയൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാതെ അതെന്ത് ചെയ്യും? ആ ഒരു രീതിയിൽ തന്നെ അവിടെ തുടർന്ന് പോകും. ഓക്കെ. അപ്പോൾ അതിലും എന്ത് ചെയ്യുന്നില്ല? എനർജി കൺവേർഷൻ വരുന്നില്ല. ഓക്കെ. ദെൻ നമ്മുടെ ഒരു വെഹിക്കിൾസ് തമ്മിൽ കൂട്ടിയിടിക്കുന്ന അതൊന്നും ഇലാസ്റ്റിക് അല്ല. അതൊക്കെ ഇലാസ്റ്റിക് സ്കാറ്ററിംഗിൽ വരുന്നതാണ്. ഇലാസ്റ്റിക് കൊളിഷൻസിൽ വരുന്നതാണ്. അഞ്ചാമത്തെ പോയിന്റ്
ദ ഫോഴ്സസ് ഇൻവോൾവ്ഡ് ആർ കൺസർവേറ്റീവ് ഇൻ നാച്ചർ. ഓക്കെ, എന്തെങ്കിലും ഫോഴ്സസ് അവിടെ എക്സ്റ്റേണലി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആ ഒരു നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ M1 എന്നൊരു പാർട്ടിക്കിൾ ഉണ്ട്, സോറി M2 ഒരു ടാർജറ്റ് ഉണ്ട്, നമ്മൾ M1 ആണ് എന്ത് ചെയ്യുന്നത്, ഹിറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ M1 നമ്മൾ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് കൊടുക്കണം. ഓക്കെ, ഒരു ട്രിഗറിങ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രിഗറിങ് കൊടുത്താലും അതെന്തായിരിക്കും, കൺസേർവ്ഡ് ഫോഴ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ആറാമത്തെ പോയിന്റ്, ഫൈനൽ പാർട്ടിക്കിൾസ് ആർ സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഇനിഷ്യൽ പാർട്ടിക്കിൾസ്. ഓക്കെ, ഫൈനൽ പാർട്ടിക്കിൾസും ഇനിഷ്യൽ പാർട്ടിക്കിൾസും എന്തായിരിക്കും, അവിടെ നമുക്ക് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഇലാസ്റ്റിക് സ്കാറ്ററിംഗിൽ വരുന്ന, അല്ലെങ്കിൽ ഇലാസ്റ്റിക് സ്കാറ്ററിംഗിൽ വരുന്ന എക്സാമ്പിൾസ് അല്ലെങ്കിൽ എന്താ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എഴുതണം എക്സാമിനേഷൻ ചോദിക്കുന്ന സമയത്ത്. ഇതിൽ നമുക്കിപ്പോൾ സ്കിപ്പ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, എല്ലാ പോയിന്റ്സ് മാക്സിമം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അഡീഷണൽ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ നോക്കുക. ഇത് നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ കേട്ട് കൊളിഷൻസ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചിട്ട് PDF എന്ന് കൊടുത്താൽ DSC ലെവലിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, നോട്ട്സ് നമുക്ക് അങ്ങനെ എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതിന്റെ നോട്ട്സുകൾ പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നോട്ട്സ് നമുക്ക് അവർ പ്രൊവൈഡ് കിട്ടാം. ഓക്കെ, അങ്ങനെയൊക്കെ നോക്കി വെച്ചേക്കുക. ഇപ്പോൾ എക്സാമിനേഷനിൽ നോക്കിയില്ലെങ്കിലും പിന്നീട് നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്നാൽ നമുക്ക് ഈ ഫിസിക്സ് റിലേറ്റഡ് എക്സാമിനേഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി പറ്റുന്ന നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡെഫിനിഷൻസ് ഉണ്ടോ അങ്ങനെയൊക്കെ. ഓക്കെ, എക്സാമ്പിൾസ് ഇതിലിപ്പോൾ നമുക്ക് 3 എക്സാമ്പിൾസ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ ഈ ഗൈഡിൽ, അതിന് പുറത്തുള്ള എക്സാമ്പിൾസ് കൂടി നിങ്ങൾ നോക്കണം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതാണ് ഇലാസ്റ്റിക് കൊളിഷൻ അല്ലെങ്കിൽ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന എന്താണ്, നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ്. ഓക്കെ, അപ്പോൾ ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നാമത് പറയുന്നത് ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്തല്ല, കൺസേർവ്ഡ് അല്ല. ഓക്കെ, കെ ഇവിടെ കൺസേർവ്ഡ് അല്ല. മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. മൊമെന്റം കൺസേർവ്ഡ് അല്ലെങ്കിൽ ആ റിയാക്ഷൻസ് അല്ലെങ്കിൽ കൊളിഷൻ അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒക്കർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് മൊമെന്റം അവിടെ കൺസേർവ്ഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, മൊമെന്റം കൺസേർവ്ഡ് ആണെങ്കിലും കൈനറ്റിക് എനർജിയിൽ ഇവിടെ എന്തില്ല, കൺസേർവ്ഡ് ക്വാണ്ടിറ്റി അല്ല. കാരണം ഇവിടെ നടക്കുന്ന സമയത്ത് എനർജി എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. മെക്കാനിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ടോ ഹീറ്റ് എനർജിയോ ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യും, അവിടെ എനർജി കൺവേർഷൻ വരും. സോ അവിടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, വേറെ ഫോമിലോട്ട് ഡിസിപ്പേറ്റ് ചെയ്തു പോകും. ഓക്കെ, ഒന്നുകിൽ ലൈറ്റ് ആയിട്ടോ ഹീറ്റ് ആയിട്ടോ സൗണ്ട് ആയിട്ടോ വൈബ്രേഷൻ ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യാം, ഡിസിപ്പേറ്റ്, മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് ഡിസിപ്പേറ്റ് ചെയ്ത് പോവാം. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗിൽ കൈനറ്റിക് എനർജി എന്താവാത്തത്, കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആവാത്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി അവിടെ കറക്റ്റ് ആയിട്ട് ലോസ് ചെയ്യും. ഓക്കെ, കൈനറ്റിക് എനർജി അവിടെ ലോസ് ആയിട്ട് പോകും. സോ അവിടെ പൊട്ടൻഷ്യൽ എനർജിയിൽ എന്ത് ചെയ്യാം, ചേഞ്ച് വരാം. ടോട്ടൽ എനർജി ചേഞ്ച് ആയി കഴിഞ്ഞാൽ അവിടെ പൊട്ടൻഷ്യൽ എനർജിയിലും ചേഞ്ച് വരും. അങ്ങനെ അവിടെ എന്ത് ചെയ്യും, സൗണ്ടോ ഹീറ്റോ ഒക്കെ അവിടെ എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കുന്ന പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അവിടെ നമ്മൾ മുൻപാട് ചെയ്യുന്ന പാർട്ടിക്കിൾസ് തന്നെ ആവണമെന്നില്ല എന്ത് ചെയ്യുന്നത്, മാസ് കാണും, എനർജിയുടെ വേരിയേഷൻ വരാം. ഓക്കെ, ഒന്നുകിൽ എക്സൈറ്റഡ് എനർജിയോ അങ്ങനെയൊക്കെ വരാം. അതായത് നമ്മളിപ്പോൾ നേരത്തെ ഞാൻ ഈ ഫിഗറിൽ കണ്ടോ, M3 എന്നൊക്കെ മാത്രമല്ലേ കാണിച്ചുള്ളൂ, M3 എന്നും M4 എന്നും. അപ്പോൾ ഇത് M1 നേരത്തെ പോലെ തന്നെ, M2 ഒരു ടാർജറ്റ് ഉണ്ട്. ഓക്കെ, ടാർജറ്റ് ഉണ്ട്. M1 കൊണ്ടുവച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ M3 ആയിട്ടും M4 ആയിട്ട് തന്നെ പോകുന്നത്. ഓക്കെ, M3 ആയിട്ടും M4 ആയിട്ട് തന്നെ പോവും. പക്ഷേ മാസ്സിൽ ഇവിടെ എന്ത് ചെയ്യാം, മാസ് എന്നല്ല ആ ഒരു എനർജിയിൽ ശരിക്കും എക്സൈറ്റേഷൻ അല്ലെങ്കിൽ ചേഞ്ച് വരാം. ഓക്കെ, M1 M2 ആണ്. അപ്പോൾ M3 ഈസ് ഈക്വൽ ടു M1 സ്റ്റാർ ആയിരിക്കും. M1 സ്റ്റാർ അല്ലെങ്കിൽ ആസ്ട്രിക് സിമ്പൽ കാണിക്കുന്നത് എനർജിയിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, എനർജി സ്റ്റേറ്റിൽ ഒന്നുകിൽ നമുക്കിപ്പോൾ ഇലക്ട്രോൺസിന്റെ കേസ് ഒക്കെ ആണെങ്കിൽ എക്സൈറ്റ് സ്റ്റേറ്റിലോട്ടോ അങ്ങനെയൊക്കെ വരാം. ഓക്കെ, എക്സൈറ്റ് സ്റ്റേറ്റ് അങ്ങനെ രീതിയിലൊക്കെ നമുക്ക് അവിടെ വരാം. അപ്പോൾ അത് മാത്രമല്ല ഏതിലായാലും, ഓക്കെ, ഏതൊരു പ്രോസസ്സിലായാലും ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, അവിടെ എനർജിയിൽ എക്സൈറ്റേഷൻ വന്നിട്ട് അവിടെ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗിൽ ഈ ഒരു ആസ്ട്രിക് സിമ്പിളാണ് നമ്മൾ അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം, അല്ലെങ്കിൽ ഒരു ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ് അല്ലെങ്കിൽ കൊളിഷൻ നടക്കുന്ന സമയത്തുള്ള പ്രോപ്പർട്ടീസ് നോക്കാം. ദാറ്റ് ഈസ്
എക്സാമ്പിൾസ് ഉണ്ട്. കൊളിഷൻസ് ഓഫ് എ റബ്ബർ ബോൾ വിത്ത് ഹാർഡ് സർഫസ്. ഓക്കെ, അപ്പോൾ റബ്ബർ ബോൾ ഹാർഡ് സർഫസിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ശരിക്കും ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, റബ്ബർ ബോൾ ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യാം, ഹീറ്റ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഹീറ്റ് എനർജി അത് നമ്മൾ ആ ഒരു സർഫസിൽ നോക്കിയാൽ മതി. നല്ലൊരു റബ്ബർ ബോൾ എടുത്ത് ഒരു വാൾസിൽ അല്ലെങ്കിൽ ഇറങ്ങിയതിന് ശേഷം ഒന്ന് പെട്ടെന്ന് പോയിട്ട് അതിൻ്റെ സർഫസിൽ ടച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, റബ്ബർ ബോൾ സർഫസിൽ ടച്ച് ചെയ്ത് നോക്കുക. ശരിക്കും നമുക്ക് അവിടെ ഹീറ്റ് ഫോം ചെയ്തിട്ട് കാണാൻ പറ്റും. ഓക്കെ, അത് ശരിക്കും എന്താണ്, അവിടെ ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ് ആയതുകൊണ്ടാണ്. അവിടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നില്ല, അവിടെ ഹോൾ കൺസേർവ്ഡ് ആവുന്നില്ല. അവിടെ കൈനറ്റിക് എനർജി നേരെ ഹീറ്റ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കൊളിഷൻ ബിറ്റ്വീൻ വെഹിക്കിൾസ്, രണ്ട് വെഹിക്കിൾസ് തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാം അറിയാലോ, സൗണ്ട് ഉണ്ടാവും. എന്ത് ചെയ്യും, മൊത്തത്തിൽ കൊളാപ്സ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ അവിടെ ശരിക്കും മെക്കാനിക്കൽ എനർജി എന്ത് ചെയ്തു, സൗണ്ട് എനർജി ആയിട്ടൊക്കെ മാറി. സൗണ്ട് എനർജി മാത്രമല്ല ഹീറ്റ് എനർജി ആയിട്ടും ഉണ്ട്. ഓക്കെ, ഹീറ്റ് എനർജിയോ ലൈറ്റ് എനർജിയോ ഒക്കെ ആയിട്ട് പോകും. മെറ്റൽ സർഫസ് ആണ് വന്ന് ടച്ച് ചെയ്യുന്നതെങ്കിൽ സ്പാർക്കിംഗ് ഉണ്ടാവും, അത് ലൈറ്റ് എനർജി ആവും. ദെൻ മെറ്റൽ സർഫസ് അല്ലെങ്കിൽ ഇത് റബ്ബർ സർഫസ് ഒക്കെയാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഹീറ്റ് ജനറേറ്റ് ചെയ്യാം. പല ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, അത് അവിടെ പോകുന്നത്. ഓക്കെ, ആൻഡ് എ ഫോർവേഡ് പഞ്ച് ഇൻ കരാട്ടെ. ഓക്കെ, അത് കരാട്ടെ ബന്ധപ്പെട്ടാണ്, എനിക്ക് എന്താണെന്ന് അറിയില്ല കറക്റ്റ്. ഓക്കെ, ഫോർവേഡ് പഞ്ച് ഇൻ കരാട്ടെ എന്ന് കൊടുത്തിട്ടുണ്ട്, നോക്കുക അത്. നെക്സ്റ്റ് ദ കൊളിഷൻ ഓഫ് എ മെട്രോയിഡ് വിത്ത് എർത്ത്. ഓക്കെ, പെർഫെക്റ്റ്ലി ഇല്ല, അതായത് നമുക്ക് അറിയാലോ ഒരു മെട്രോയിഡ്സ്, അതായത് എന്തെങ്കിലും ഒരു ഉൽക്ക പോലത്തെ എന്തെങ്കിലും വന്ന് എർത്തിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, ഇൻലാസ്റ്റിക് സ്കാറ്ററിംഗ്. തട്ടിയിട്ട് ഒരിക്കലും തിരിച്ചു പോകത്തില്ല, വന്ന് എന്ത് ചെയ്യും, എർത്തിൽ ടച്ച് ചെയ്യും. ഓക്കെ, എർത്തിന്റെ സർഫസിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കും. ഓക്കെ, കേട്ടില്ലേ, ഉൽക്ക വന്ന് വീണ്ടും ഗർത്തം ഫോം ചെയ്തൊന്നും. ഓക്കെ, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ എന്താണ്, അത് ഈ ഒരു ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇലാസ്റ്റിക് ആയിരുന്നെങ്കിൽ തട്ടിയതിനു ശേഷം തിരിച്ചു പോകുമായിരുന്നു. ഓക്കെ, അങ്ങനെ സംഭവിക്കില്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൊളിഷൻ ഓഫ് എ മെട്രോയിഡ്സ് വിത്ത് എർത്ത് എന്താണ്, അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. ആൻഡ് ദ കൊളിഷൻ ഓഫ് എ ബോൾ ഓഫ് പുട്ടി വിത്ത് ഫ്ലോർ. ഓക്കെ, പുട്ടി എന്ന് പറയുമ്പോൾ അതിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഒരു പുട്ടി ബോൾ ഒന്ന് ഫ്ലോറിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അതായത് സിമന്റ് ബോൾ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, അതും ഇലാസ്റ്റിക് ആണ്. ഓക്കെ, അവിടെയും എനർജി കൺവേർഷൻ വരാം, സൗണ്ട് എനർജി ആയിട്ടും ഹീറ്റ് എനർജി ആയിട്ടും എന്ത് ചെയ്യും, അവിടെ കൺവേർട്ട് ചെയ്യും. ഇത്രയാണ് എൻ്റെ എക്സാമ്പിൾസ്. അതിൽ ഈ ഒരു എക്സാമ്പിൾസ് എന്താണെന്ന് ഒന്ന് നോക്കണം. അത് ഓക്കെ, എനിക്ക് കറക്റ്റ് എന്താണെന്ന് അറിയത്തില്ല. ഫോർവേഡ് പഞ്ചിൻ കരാട്ടെ. ഓക്കെ, അത് നോക്കാം. അടുത്ത് ഇലാസ്റ്റിക് കൊളിഷൻസിൽ നടക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. ലീനിയർ മൊമെന്റം കറക്റ്റായിട്ട് ഒബേ ചെയ്യുന്നുണ്ട്. ആംഗുലർ മൊമെന്റം കൺസർവേഷനും ഒബേ ചെയ്യുന്നുണ്ട്. ഒരിക്കലും അത് മൊമെന്റം കൺസേർവ്ഡ് അല്ല എന്ന് എഴുതല്ലേ, അത് മിസ്റ്റേക്ക് ആയി പോകും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. കൈനറ്റിക് എനർജി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ കൺസേർവ്ഡ് അല്ലാതെ ഉള്ളൂ. മൊമെന്റം കൺസേർവ്ഡ് ആണ്. ലീനിയർ മൊമെന്റം ആയാലും ആംഗുലർ മൊമെന്റം ആയാലും എന്താണ്, ഇവിടെ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ദെൻ ദ ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ്. ഓക്കെ, ടോട്ടൽ എനർജി എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, അത് അറിയാലോ. നമുക്കിപ്പോൾ കൈനറ്റിക് എനർജിയിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിട്ട് നിലനിർന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു പ്രോസസ്സിൽ, ഏതൊരു പ്രോസസ്സിൽ റിയാക്ഷൻ ആയാലും ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും, സം ഓഫ് ദ എനർജീസ് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. അതിപ്പോൾ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയിൽ എന്ത് ചെയ്യും, അവിടെ കൂടും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബാലൻസ് ചെയ്ത് പോകുന്നത്. ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്തായിരിക്കില്ല, കൺസേർവ്ഡ് ആയിരിക്കില്ല. ഓക്കെ, there is a change in the potential energy of the particle and the production of form of energy like heat, sound, etc. in a macroscopic case, light, gamma rays, etc. in the microscopic atom, nuclei. അതായത് ഇതിൽ നമുക്ക് ഒരു കൊളിഷൻ നടക്കുന്ന സമയത്ത്, ഓക്കെ, ഇനർജി കൊളിഷൻസ് അല്ലെങ്കിൽ ഇനർജി സ്കാറ്ററിംഗ് നടക്കുന്നതെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കത്തില്ല. അപ്പോൾ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ലെങ്കിൽ നേരെ ഇംബാലൻസ് വരുന്നതുകൊണ്ട് തന്നെ അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യേണ്ടി വരും, അവിടെ റീ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഹീറ്റ് എനർജി ആയിട്ടോ സൗണ്ട് എനർജി കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്യും, ഈ പൊട്ടൻഷ്യൽ എനർജി അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ലാർജ് കേസ് ആണെങ്കിൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലൈറ്റ് ഗാമ റേസ് ഒക്കെ ആയിട്ട് പോകും. ഓക്കെ, ലൈറ്റ് അത് മൈക്രോസ്കോപ്പിക് കേസ് എന്ന് പറയുമ്പോൾ ലാർജ് കൊളിഷൻസ് ഒക്കെ ആണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ രണ്ട് വലിയ പാർട്ടിക്കിൾസ് ഒക്കെ തമ്മിൽ കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ലൈറ്റ് എനർജിയോ അല്ലെങ്കിൽ ഗാമ റേസോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ രണ്ട് സ്റ്റാർസ് തമ്മിൽ കൂട്ടിമുട്ടുവാണ്. ഓക്കെ, രണ്ട് സ്റ്റാർസ് തമ്മിൽ കൂട്ടിമുട്ടണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ലൈറ്റ് എനർജിയും റേഡിയേഷൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ മൈക്രോസ്കോപ്പിക് കേസ് എന്ന് പറയുമ്പോൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്ത് നടക്കുന്ന പ്രോസസ് ആണ്. അപ്പോൾ അവിടെയും നമുക്ക് ലൈറ്റ് എനർജിയും ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കാണാൻ പറ്റും, റേഡിയേഷൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ രണ്ട് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് മാക്രോസ്കോപ്പിക് കേസും അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് കേസും. ഓക്കെ, അത് രണ്ടും നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇനിലാസ്റ്റിക് കൊളിഷൻസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കൊളിഷൻസ് അല്ലെങ്കിൽ സ്കാറ്ററിംഗ്. ഓക്കെ, ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് അല്ലെങ്കിൽ കൊളിഷൻ നമുക്ക് പറയാം. കൊളിഷൻ നടക്കുന്ന സമയത്താണ് സ്കാറ്ററിംഗ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിലാസ്റ്റിക് കൊളിഷൻ മീൻസ് അവിടെ ഇനിലാസ്റ്റിക് ആയിട്ടുള്ള സ്കാറ്ററിംഗ് നടക്കും.
ഇലാസ്റ്റിക് കൊളിഷൻ നടക്കുന്നെങ്കിൽ അവിടെ എന്തായിരിക്കും? അവിടെ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് 2 കേസസ്. ഒരു കൊളിഷൻ എന്ന പ്രോസസ് 2 കേസസ്. ഇനി മൂന്നാമതൊരു കേസ് കൂടി ഉണ്ട്. അതാണ് റിയാക്ഷൻ എന്ന് പറയും. റിയാക്ഷൻ. അപ്പൊ എന്താണ് റിയാക്ഷൻ? അപ്പോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമുക്കിവിടെ 2 മാസസ് ഉണ്ട്, അല്ലെങ്കിൽ 2 ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഒബ്ജക്റ്റ് ഓക്കെ, ഈ ഒരു നമ്മൾ റിയാക്ഷൻ കൊടുക്കുന്ന 2 ഒബ്ജക്റ്റുകളുടെ പ്രോഡക്റ്റ് എന്തായിരിക്കണം? ഇനിഷ്യൽ പ്രോഡക്റ്റിനെ കാട്ടി, അല്ലെങ്കിൽ ഇനിഷ്യൽ പാർട്ടിക്കിളിനെ കാട്ടിയും അവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവണം. ഓക്കെ. ഇഫ് ദ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ കൊളിഷൻ ആർ എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ ഇനിഷ്യൽ പാർട്ടിക്കിൾ, ദെൻ ദ കൊളിഷൻ ഈസ് കോൾഡ് റിയാക്ഷൻ. ഓക്കെ, അത്തരം കൊളിഷൻസ് നമ്മൾ എന്ത് പറയുന്നത്? റിയാക്ഷൻസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന 2 പ്രോഡക്റ്റ് കൊളിഷൻ കഴിയുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം? മാറ്റം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനിഷ്യൽ പ്രോഡക്റ്റ് ഫൈനൽ പ്രോഡക്റ്റിനെക്കാട്ടി മാറ്റം വേണമെങ്കിൽ അത് നമുക്ക് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ ഇത്തരം പ്രോസസ്സ് എന്താണ്? കൊളിഷന്റെ ഒരു സെപ്പറേറ്റ് ബിഹേവിയർ ആണ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ. റിയാക്ഷൻ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് അവിടെ എഴുതേണ്ടി വരും. പ്രത്യേകിച്ച് എക്സാമ്പിൾസ് ഉള്ള റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് സൈഡിൽ മാറ്റം ഉണ്ടാവും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ ഓക്കെ. ഇപ്പോൾ നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ്, ഓക്കെ, കെമിക്കൽ പ്രോസസ്സിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുവാണെങ്കിൽ അതെന്തായിരിക്കും? അതൊരു റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ. അതുപോലെ നമ്മുടെ അറ്റോമിക് ബോംബ്സിൻ്റെയൊക്കെ ബ്രേക്കിംഗ്, അതൊക്കെ എന്താണ്? അതൊക്കെ റിയാക്ഷൻസ് ആണ്. കാരണം അവിടെ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് ഫൈനലി കിട്ടുന്നത്. ഓക്കെ. അതുപോലെ റേഡിയോ ആക്ടിവിറ്റി പ്രോസസ്സ് നടക്കുന്നത്, റേഡിയോ ആക്ടിവിറ്റിയിൽ നമ്മൾ കൊളിഷൻ ചെയ്യുമ്പോൾ അതായത് നമ്മൾ അവിടെ ന്യൂക്ലിയസിൽ എന്ത് ചെയ്യാം? ആ ന്യൂക്ലിയസിൽ നമ്മൾ ഒരു ടാർഗറ്റ് ന്യൂക്ലിയ കൊണ്ട് എന്ത് ചെയ്യും? ബോംബാർഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഒരു എക്സ്റ്റേണലി ഒരു ന്യൂക്ലിയസിനെ നമ്മളവിടെ ബോംബാർഡ് ചെയ്യിപ്പിക്കും. ആ ഒരു സമയത്താണ് ശരിക്കും നമുക്ക് ആ ഒരു റിയാക്ഷൻ ട്രിഗർ ആവുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ യുറേനിയം ആറ്റത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? കൊണ്ട് ഹിറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു കൊളിഷൻ കഴിഞ്ഞ് സ്കാറ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് ശരിക്കും കിട്ടുന്നത് യുറേനിയം ആയിരിക്കണമെന്നില്ല. അവിടെ നമുക്ക് തോറിയമോ അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ള ഏതെങ്കിലും എലമെന്റ്സ് ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഒരു റിയാക്ഷൻ പ്രോസസ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ. ഇതൊക്കെയാണ് റിയാക്ഷൻ പ്രോസസ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്കിതിൽ ഒരു കാര്യം നിങ്ങൾ നോക്കിയിരിക്കണം. ഒന്ന്, ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, ആംഗുലാർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ, അത് ടോട്ടൽ ആംഗുലാർ മൊമെന്റം ജെ. ഞാൻ കഴിഞ്ഞ ക്ലാസ് തൊട്ടേ പറഞ്ഞ കാര്യം, നമുക്ക് ജെ എന്ന് പറയുന്ന ആംഗുലാർ മൊമെന്റം ഉണ്ട് എന്നൊരു കേസ്. അപ്പോൾ അത് നമ്മൾ പറയുന്നത് ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്നാണ് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ആംഗുലാർ മൊമെന്റം നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത് ജെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എസ്. ഓക്കെ, നിങ്ങൾ ഇനി അറ്റോമിക് ഫിസിക്സിനകത്ത് പോകുമ്പോൾ, അതായത് S5 അറ്റോമിക് ഫിസിക്സ് പേപ്പറിനകത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ്. ബോർ ആറ്റം മോളിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ കോണ്ടൻ നമ്പേഴ്സ് പഠിക്കും. അപ്പോൾ കോണ്ടൻ നമ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ടേം ആയിരിക്കും ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബേസ് നിങ്ങൾ ഇവിടെ പഠിക്കണം. കാരണം ഈ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത് ആദ്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഈ ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എസ്, ഇനി ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ഇത് തന്നെയാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഈ എല്ലും എസും എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നു? അതായത് ആംഗുലാർ മൊമെന്റം 2 രീതിയിൽ നമുക്ക് വരാം. ഓക്കെ, 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആംഗുലാർ മൊമെന്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നെന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ഓർബിറ്റ് എടുക്കുവാണ്. ഓക്കെ, ഒരു സർക്കുലർ ഓർബിറ്റ് ഞാൻ ഇവിടെ എടുത്തു. ഈ ഒരു സർക്കുലർ ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സർക്കുലർ ഓർബിറ്റ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു സർക്കുലർ ഓർബിറ്റിന് ചുറ്റും, ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വെച്ചോളൂ. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പാണ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുവാണ്? ഇത് ഈ ഒരു സർക്കുലർ ഓർബിറ്റിന് ചുറ്റും ഇത് ഇങ്ങനെ കറങ്ങുവാണ്. കണ്ടോ? സർക്കുലർ ഓർബിറ്റിന് ചുറ്റും ഇത് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം? ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയാം. ഓക്കെ, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. അപ്പോൾ എന്താണ് ഓർബിറ്റിന് ചുറ്റും കറങ്ങുക? ഓർബിറ്റിന് ചുറ്റും ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു? നമുക്കൊരു ആംഗുലാർ മൊമെന്റം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്തെന്ന്? എൽ എന്ന് റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഈസ് എൽ ഈസ് ദ ഓർബിറ്റൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. ഓക്കെ, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. നമ്മുടെ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് എന്തുണ്ട്? ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഉണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇതേ സമയം ഇതിനെങ്ങനെ കറങ്ങാം?
ഇതിപ്പോ ഈ ഒരു ഓർബിറ്റിന് ചുറ്റും കറങ്ങി. ഓക്കെ. ഇതേപോലെ തന്നെ ഈ ഒരു എലമെന്റിന് ഈ ഒരു ഒബ്ജക്റ്റിന് എങ്ങനെ കറങ്ങാൻ പറ്റും? ഈ ഒരു ഒബ്ജക്റ്റിന് ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ സ്വന്തം ആക്സിസിൽ ഇങ്ങനെ കറങ്ങാൻ പറ്റും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇങ്ങനെ റൊട്ടേറ്റ് കണ്ടോ? ഇങ്ങനെ എന്ത് ചെയ്യും? സ്പിൻ ചെയ്യാനോ റൊട്ടേറ്റ് ചെയ്യാനോ സാധിക്കും. അപ്പൊ ഇത് നമ്മൾ പറയുന്നതാണ് സ്പിൻ ആംഗുലർ മൊമെന്റം. ഓക്കെ. ഇത് നമ്മൾ എന്ത് പറയും? എസ് എന്ന് പറയും. ദാറ്റ് ഈസ് സ്പിൻ ആംഗുലർ മൊമെന്റം. ഓക്കെ. സ്പിൻ ആംഗുലർ മൊമെന്റം. അപ്പോൾ നമുക്ക് ഒരു റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കവിടെ 2 തരത്തിലുള്ള ഓർബിറ്റൽ മോഷൻസ് ഉണ്ട്. ഓക്കെ. ഒന്നെന്ന് പറയുന്നത് ആ ഓർബിറ്റിന് ചുറ്റും എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്നത്. ഓർബിറ്റിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഒബ്ജക്റ്റ് അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് ഇതുപോലെ. ഓക്കെ. സോറി കിട്ടുന്നില്ല. ഓക്കെ. മനസ്സിലായല്ലോ? ദേ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇല്ലായെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന് സ്വന്തമായിട്ട് സ്പിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ എർത്തിന്റെ റൊട്ടേഷനും അങ്ങനെ തന്നെയാണ്. എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിന് ചുറ്റും 365 ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എർത്ത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡേ നൈറ്റ് കിട്ടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു റൊട്ടേഷൻ മോഷന്റെ കേസിൽ 2 തരത്തിലുള്ള ആംഗുലർ മൊമെന്റം കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ആംഗുലർ മൊമെന്റത്തിനെ കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ ടോട്ടൽ ആംഗുലർ മൊമെന്റം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ആംഗുലർ മൊമെന്റ് നോക്കിയ സമയത്ത് എൽ എന്നും ജെ എന്നും ഒക്കെ നമ്മളിവിടെ കണ്ടത്. ഓക്കെ. അപ്പോൾ എൽ എന്ന് പറയുന്ന സമയത്ത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റേ ഉള്ളൂ. അവിടെ നമ്മൾ ഓർബിറ്റൽ മോഷൻ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ? കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം മാത്രം അവിടെ എടുത്തത്. ശരിക്കും രണ്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ സ്പിന്നും ഓർബിറ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ടോട്ടൽ ആംഗുലർ മൊമെന്റം കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യും? ജെ എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്നാണ് ഇക്വേഷൻ. ഓക്കെ. അതായത് ലീനിയർ മൊമെന്റം ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ. ആക്സിസിനുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു ലീനിയർ മൊമെന്റം. അതായത് ആക്സിസ് എന്ന് വെച്ചാൽ ഇതാണ് സെന്റർ പോയിന്റ്. അപ്പോൾ ഇവിടെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ലീനിയർ മൊമെന്റം ഓക്കെ പി ഇസ് ഈക്വൽ ടു എം ബി മാസ് ഇൻറ്റു വെലോസിറ്റി. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഇടുന്നത്? എല്ലിന്റെ വാല്യൂ ഇടുന്നത് എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി ദാറ്റ് ഈസ് പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ലീനിയർ മൊമെന്റം ആണ് നമുക്ക് ആംഗുലർ മൊമെന്റം എന്ന് കിട്ടുന്നത്. ഇനി എസ്സിനെ കാണിക്കണമെങ്കിൽ എസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് ഈ ഒരു ഒബ്ജക്റ്റിന് ഇപ്പോൾ ഇവിടെ യെല്ലോ കളർ കാണിച്ചിട്ടുള്ള ഈ ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ ഒമേഗ എന്ന് പറയാം. ഐ ഇസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ. അപ്പോൾ സ്പിൻ ആംഗുലർ മൊമെന്റം എസ് ഇസ് ഗീവൻ ബൈ ഐ ഒമേഗ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ആംഗുലർ മൊമെന്റം അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള ആംഗുലർ മൊമെന്റംസ് ഉണ്ട്. ഒന്ന് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റവും 2 സ്പിൻ ആംഗുലർ മൊമെന്റം. ഓക്കെ. അപ്പോൾ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യൽ അടുത്ത സെമ്മിൽ ഓക്കെ S5 അറ്റോമിക് ഫിസിക്സിനകത്ത് ഇതേ ഇക്വേഷൻ തരുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കും. അവിടെ LS കപ്ലിംഗ് സ്കീംസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഓക്കെ. ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്റെയും സ്പിൻ ആംഗുലർ മൊമെന്റം കാരണം അറിയാലോ എന്താണ് ഇലക്ട്രോൺസിന് ഓർബിറ്റൽ മോഷനും ഉണ്ട് സ്പിൻ മോഷനും ഉണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ ബോർ ആറ്റം മോഡലും വെക്ടർ ആറ്റം മോഡലും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത സെമ്മിൽ പഠിക്കാനായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നോക്കി വച്ചേക്കുക. അപ്പോൾ ദാറ്റ് ഇസ് ദ ടോട്ടൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എത്രയാണ്? ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കൊളിഷൻ എന്താണെന്ന് നോക്കി. അപ്പോൾ കൊളിഷന്റെ ഡിഫറെന്റ് ടൈപ്സ് നോക്കി. ഇനലാസ്റ്റിക് സ്കാറ്ററിങ്ങും ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങും. ഓക്കെ. അതുപോലെ റിയാക്ഷൻ എന്ന് നോക്കി. അവരുടെ എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ലാസ്റ്റ് നോക്കിയ ടോപ്പിക്കാണ് ദാറ്റ് ഇസ് അബൌട്ട് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്താണ്? ടോട്ടൽ ആംഗുലർ മൊമെന്റം ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് ആണ്. അല്ലെങ്കിൽ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്റെയും സ്പിൻ ആംഗുലർ മൊമെന്റത്തിന്റെയും സമ്മേഷൻ എന്ത് പറയുന്നത്? ടോട്ടൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ.